നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം വസിക്കുന്ന ഭൂമി എത്ര മനോഹരമാണല്ലേ! പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാത്തവർ ആരും തന്നെ ഉണ്ടാകുകയില്ല. ആരാണ് ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ ഭൂപ്രകൃതിയെ മനോഹരമാക്കിയത്? ഏതെങ്കിലും കലാകാരനോ ശില്പിയോ ആണോ? ഏതെങ്കിലും ആർക്കിടെക്റ്റാണോ? ബൈബിൾ മാത്രമാണ് അതിന് കൃത്യമായ ഉത്തരം നൽകുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മലകളും കുന്നുകളും താഴ്വരകളും നദികളും അരുവികളും കാടുകളും സമുദ്രവും എല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ്. എല്ലാം വളരെ നയന മനോഹരം തന്നെയാണ്. പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിച്ച് എത്രയെത്ര കവികളാണ് പാടിയിട്ടുള്ളത്, എത്രയെത്ര സീനറികളാണ് കലാകാരന്മാർ വരച്ചിട്ടുള്ളത്. ദാവീദ് അഥവാ സങ്കീർത്തന രചയിതാവായ ദാവീദ് പാടിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സങ്കീർത്തനങ്ങൾ 19:1. വലിയ മലകളും പർവ്വതങ്ങളും ഒരു രാജ്യത്തിൻ്റെ അതിർത്തി തന്നെ നിശ്ചയിക്കുന്നു. ഓരോ മലയുടെയും പർവ്വതത്തിൻ്റെയും താഴെയുള്ള ഭാഗത്തെയാണ് താഴ്വര എന്ന് പറയുന്നത്. താഴ്വരകൾ മനോഹരമാണ്. ചെറിയ അരുവികളും പൂച്ചെടികളും കൊണ്ട് അവ മനോഹരമാണ്. പക്ഷിമൃഗാദികൾ അവിടെ യാതൊരു ഭയവുമില്ലാതെ വിഹരിക്കുന്നു. ഭൂമിശാസ്ത്രം പറയുന്നത് താഴ്വരകൾ 2 വിധത്തിൽ ഉള്ള ഷേപ്പിൽ ഉണ്ട് എന്നാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു എന്ന ഷേപ്പിലും വി എന്ന ഷേപ്പിലും ഉണ്ട്. മലകൾ തമ്മിൽ അകലമുണ്ടെങ്കിൽ അവയ്ക്കിടയിലുള്ള താഴ്വര യു ഷേപ്പിൽ ആയിരിക്കും. അവിടം നല്ല വിസ്തൃതി ഉണ്ടായിരിക്കും. എന്നാൽ മലകൾ അടുപ്പിച്ചാണെങ്കിൽ താഴ്വര ഇടുങ്ങിയതായിരിക്കും, വി ഷേപ്പിലായിരിക്കും. ഇത്തരം താഴ്വരകളിൽ അപകടം പതിയിരിക്കുന്നുണ്ടായിരിക്കും. കാരണം മലകൾ സൂര്യപ്രകാശത്തെ മറയ്ക്കുന്നതുകൊണ്ട് താഴ്വര ഇരുളടഞ്ഞതായിരിക്കും. അവിടെയുള്ള അപകടങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ വരും. ചിലപ്പോൾ അവിടെ ദാഹജലം കിട്ടുവാൻ പ്രയാസമായിരിക്കും. ബൈബിൾ അത്തരം താഴ്വരയെക്കുറിച്ച് പറയുന്നത് കൂരിരുൾ താഴ്വര അല്ലെങ്കിൽ മരണ നിഴലിൻ്റെ താഴ്വര എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാത്രമല്ല, മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥകളും സംഭവിച്ചിട്ടില്ലേ? ആരും സഹായിക്കാനോ ആശ്വസിപ്പിക്കാനോ ഇല്ലാത്ത അവസ്ഥ വന്നിട്ടില്ലേ? അതാണ് കൂരിരുൾ താഴ്വര അല്ലെങ്കിൽ മരണനിഴലിൻ്റെ താഴ്വര. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ദൈവമായ കർത്താവ് മാത്രമാണ്. ദൈവസാന്നിധ്യം ഉറപ്പുവരുത്തി ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഭയപ്പെടേണ്ട എന്നുള്ള സാന്ത്വന സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കുന്നു. മറ്റൊരു താഴ്വരയെക്കുറിച്ച് കോരഹ് പുത്രന്മാർ രചിച്ച സങ്കീർത്തനത്തിൽ പറയുന്നത്, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു എന്നാണ്. സങ്കീർത്തനങ്ങൾ 84:6. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ അതൊരു പക്ഷേ രോഗമായിരിക്കാം, ഉറ്റവരുടെ വേർപാടായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം, അപവാദ പ്രചരണവും ആയിരിക്കാം. ഇതെല്ലാം മനസ്സിനെ വേദനിപ്പിക്കുകയും കരച്ചിലിൻ്റെ അനുഭവത്തിലേക്ക് ആക്കുകയും ചെയ്യുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഒരു ജലാശയത്തിൽ കൂടി കടന്നു പോകുന്ന സന്തോഷത്തിൻ്റെ അനുഭവം ദൈവം നമുക്ക് നൽകുന്നു എന്നാണ് അവർ പാടിയത്. അത് എത്രയോ ശരിയാണ് അല്ലേ? നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്: ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇത്തരം എത്രയെത്ര വാഗ്ദത്ത വചനങ്ങളാണ് യേശു കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുടരാം. സഹായം വരുന്ന പർവ്വതമായ ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് ഈ ലോകമാകുന്ന താഴ്വരയിലൂടെ നമുക്ക് യാത്ര തുടരാം. ഗോഡ് ബ്ലസ് യു.